ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പുലാവ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മളിന്ന് പനീർ മട്ടർ പുലാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. പുലാവ് ഉണ്ടാക്കാനായിട്ട് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 3 കപ്പ് ബസ്മതി റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 20 മിനിറ്റ് ആണ് നമ്മൾ സോക്ക് ചെയ്യേണ്ടത്. സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 350 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പനീർ എടുക്കുമ്പോൾ നന്നായിട്ട് തണവൊക്കെ മാറിയതിന് ശേഷം എടുക്കുക. കോൺഫ്ലോർ ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് അത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ ഉപ്പോ മസാലകളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കോട്ട് ചെയ്താൽ പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അധിക സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഹാർഡായിട്ട് പോവും. ഇപ്പോൾ ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഇനി ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നന്നായിട്ട് എണ്ണയെല്ലാം വാർന്നു പോയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പനീർ ഹാർഡായി പോവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ 2 സൈഡും ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പനീർ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നെയ്യ് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ എടുത്താൽ മതി. നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഏലക്ക, ഒരു 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ക്യുമിൻ സീഡ് അല്ല ഇട്ട് കൊടുക്കുന്നത്. സാജീരകം എന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും. നമ്മൾ ബിരിയാണിയിലും പുലാവിലൊക്കെ ചേർക്കുന്ന ഒരു ജീരകമാണ്. കടയിൽ പറഞ്ഞാൽ വാങ്ങാനായിട്ട് കിട്ടും. ആ ജീരകമാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഒരു പകുതിയോളം വഴന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കൈപ്പിടിയോളം കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജ് പുലാവൊക്കെ ആകുമ്പോൾ അതിൽ കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്.
കാഷ്യൂവും അതുപോലെ തന്നെ സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ സവാളയും എല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോഴേ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഗ്രീൻ പീസ് വഴറ്റിയെടുക്കുക. ഇപ്പൊ ഇവിടെ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമില്ല, സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരുന്നാണ്. 20 മിനിറ്റ് ആണ് സോക്ക് ചെയ്തത്. അതിനേക്കാൾ കൂടുതൽ സമയം സോക്ക് ചെയ്യരുത്, അപ്പൊ ഈ വേവില് വ്യത്യാസം വരും. 20 മിനിറ്റ് ആണ് സോക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസിൻ്റെയും അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ എല്ലാം റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് കിട്ടും. ഈ പുലാവിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലെമൺ ജ്യൂസ് 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പില് 3 കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വെള്ളത്തില് ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോഴാണ് റൈസിലെല്ലാം കറക്റ്റ് ആയിട്ട് ഉപ്പ് കിട്ടുള്ളൂ. വെള്ളത്തിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് കൂടുതലായിട്ട് വെള്ളത്തിൽ ഉപ്പ് ഉണ്ടാവണം, എന്നാലാണ് പുലാവില് കറക്റ്റ് ആയിട്ട് ഉപ്പ് ഉണ്ടാവുക. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് മീതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പനീർ. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റൊരു വിസിൽ വന്നാൽ മതി. വിസിൽ വന്നാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു 6 മിനിറ്റിന് ശേഷം സ്റ്റീം എല്ലാം കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീം എല്ലാം കളഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ പനീർ മട്ടർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് എല്ലാം കറക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. നല്ല ചൂടോടി കൂടി ആവുമ്പോൾ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും.
നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് തൈര് ചേർത്ത് സലാഡൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. റൈസ് എല്ലാം പാകത്തിന് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ പനീറും മട്ടറും എല്ലാം നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഗീയുടെ ഫ്ലേവർ കുറച്ചും കൂടി ഇഷ്ടമാണെങ്കിൽ 1 ടേബിൾ സ്പൂണിന് പകരം 1.5 ടേബിൾ സ്പൂൺ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.